ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് കളക്റ്റീവ് നൗൺസിനെ കുറിച്ചാണ്. അത് പരീക്ഷയിൽ മിക്കപ്പോഴും ചോദിച്ചു കാണുന്നൊരു ഭാഗമാണ് കളക്റ്റീവ് നൗൺസ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആദ്യം എന്താണ് ഈ കളക്റ്റീവ് നൗൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നോക്കാം. നൗൺസ് എന്താ? നൗൺസ് നമുക്കറിയാം. നൗൺസ് എന്താണ്? ഒരു പേരായ ശബ്ദത്തെ സൂചിപ്പിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും അല്ലേ, പ്ലേസ്, പേഴ്സൺ ഓർ തിങ് അല്ലേ, ഒരു വ്യക്തി അല്ലെങ്കിൽ പ്ലേസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു, തിങ് എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ പേരായ ശബ്ദത്തെ സൂചിപ്പിക്കുന്ന നമുക്ക് നൗൺ എന്ന് പറയാം. ഇനി എന്താണ് കളക്റ്റീവ് നൗൺ? കളക്റ്റീവ് നൗൺ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഡിനോട്ടിങ് എ ഗ്രൂപ്പ് ഓഫ് സംതിങ് അല്ലെ, ഏതെങ്കിലും ഒന്നിൻ്റെ ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന, ആ കൂട്ടത്തെ വിളിക്കുന്ന പേരിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇത് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇത് പലരും പഠിക്കുക ഡിസോർഡർ ആയിട്ടായിരിക്കും, ഒരു ഓർഡറിൽ പഠിക്കാത്തതാണ് പലർക്കും കൺഫ്യൂഷൻ വരിക. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കളക്റ്റീവ് നൗൺ കൊണ്ട് പലതിൻ്റെ കൂട്ടത്തെ നമുക്ക് സൂചിപ്പിക്കാം അല്ലേ. ഒരു കളക്റ്റീവ് നൗൺ, ഒരു കളക്റ്റീവ് നൗൺ നമ്മൾ പഠിക്കുമ്പോൾ ആ കളക്റ്റീവ് നൗൺ കൊണ്ട് നമുക്ക് എന്തിനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും, അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഭാഗം വളരെ എളുപ്പമായിട്ട് വരും. അത്തരത്തിലുള്ള ഷോർട്ട് കട്ട് മെത്തേഡിലാണ് ഞാനിത് പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കിയോ, ഞാൻ ആദ്യം എഴുതിയിട്ടുള്ളത് ഫ്ലോക്ക് എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ഫ്ലോക്ക് എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ കൊണ്ട് നമുക്ക് എന്തിനെയൊക്കെ പറയാം? ഇവിടെ തന്നിരിക്കുന്ന ഡക്സ്, ബേർഡ്സ്, ക്യാമൽസ്, ഷീപ്പ്, ടൂൾസ്, ഇവരുടെ ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും ഗ്രൂപ്പിനെ നമുക്ക് ആ ഗ്രൂപ്പിനെ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം? ഫ്ലോക്ക് എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? എ ഫ്ലോക്ക് ഓഫ് ഡക്സ് എന്ന് പറയാം, എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് പറയാം, എ ഫ്ലോക്ക് ഓഫ് ക്യാമൽസ് എന്ന് പറയാം, എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് പറയാം, എ ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫ്ലോക്ക് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫ്ലോക്ക് എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഡക്സിനെയും സൂചിപ്പിക്കാം, ആ ഡക്സിൻ്റെ കൂട്ടത്തെ അല്ലേ, ഡക്സിൻ്റെ കൂട്ടത്തെ സൂചിപ്പിക്കാം, ബേർഡ്സിൻ്റെ കൂട്ടത്തെ സൂചിപ്പിക്കാം, ക്യാമൽസിൻ്റെ കൂട്ടത്തെ സൂചിപ്പിക്കാം, ഷീപ്പിൻ്റെ കൂട്ടത്തെ സൂചിപ്പിക്കാം, ടൂറിസ്റ്റ് അല്ലേ, ഇതിൻ്റെ എല്ലാം കൂട്ടത്തെ നമുക്ക് ഫ്ലോക്ക് എന്ന് പറയുന്ന നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പഠിക്കുകയാണെങ്കിൽ നമ്മളതിന് എത്ര ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ പഠിച്ചു? എ ഡാഷ് ഓഫ് ഡക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. എ ഡാഷ് ഓഫ് ബേർഡ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. എ ഡാഷ് ഓഫ് ക്യാമൽസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. എ ഡാഷ് ഓഫ് ഷീപ്പ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. എ ഡാഷ് ഓഫ് ടൂറിസ്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇതിൻ്റെ എല്ലാ ആൻസർ എന്ത് തന്നെയാണ്? ഫ്ലോക്ക് എന്നുള്ളതാണ് അല്ലേ. ഫ്ലോക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസർ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ഫ്ലോക്കിനെ സംബന്ധിക്കുന്ന കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഫ്ലൈറ്റ്. ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ കൊണ്ട് നമുക്ക് എന്തിനെയൊക്കെ സൂചിപ്പിക്കാം? ബേർഡ്സിനെ സൂചിപ്പിക്കാം, ഡൗസിനെ സൂചിപ്പിക്കാം, പീജൻസിനെ സൂചിപ്പിക്കാം, ഇൻസെക്ട്സ്, സ്റ്റേഴ്സ്, ഇതിനെ എല്ലാത്തിനെയും നമുക്ക് അവയുടെ എല്ലാത്തിൻ്റെയും കൂട്ടത്തെ നമുക്ക് ഫ്ലൈറ്റ് കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ മുകളിൽ പറഞ്ഞ ഒരു കാര്യം ഇവിടെ ആവർത്തിച്ച് വന്നിട്ടുണ്ട് ഈ ഫ്ലൈറ്റിലും. അത് ഫ്ലോക്കിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യം നമ്മൾ ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്ന കൂട്ടത്തിലും വന്നിട്ടുണ്ട്. അതേതാണ്? ഈ ബേർഡ്സ് ആണ് അല്ലേ, ബേർഡ്സ് ആണ് വന്നിട്ടിരിക്കുന്നത്. ഇവിടെയും ബേർഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബേർഡ്സിനെ സൂചിപ്പിക്കാൻ നമുക്ക് കളക്റ്റീവ് നൗണായിട്ട് നമുക്ക് ഏതൊക്കെ ഉപയോഗിക്കാം? ഫ്ലോക്ക് ഉപയോഗിക്കാം, ഫ്ലൈറ്റും ഉപയോഗിക്കാം. അപ്പോൾ അത് എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് നമുക്ക് പറയാം, എ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്നും നമുക്ക് പറയാം. അപ്പോൾ ഞാൻ നോക്കുക, ബ്രൂഡ്. ഈ ബ്രൂഡ് എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? ചിക്കൻസ് ആൻഡ് ഹെൻസ്, അതായത് കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് ബ്രൂഡ് എന്ന് പറയാം. അപ്പോൾ എ ബ്രൂഡ് ഓഫ് ചിക്കൻസ് എന്നും എ ബ്രൂഡ് ഓഫ് ഹെൻസ് എന്നും നമുക്ക് പറയാൻ പറ്റും. ഇനി കമ്പനി എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമുക്ക് എന്തിനെ സൂചിപ്പിക്കാം? പാരറ്റ്സിനെ സൂചിപ്പിക്കാം, ആക്ടേഴ്സിനെ സൂചിപ്പിക്കാം, പ്ലേയേഴ്സിനെ സൂചിപ്പിക്കാം, സോൾജിയേഴ്സിനെ സൂചിപ്പിക്കാം അല്ലേ. പാരറ്റ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ്, പ്ലേയേഴ്സ്, സോൾജിയേഴ്സ്, ഇവരുടെ എല്ലാത്തിൻ്റെയും കൂട്ടത്തിനെ നമുക്ക് കമ്പനി എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും. അതായത് എ കമ്പനി ഓഫ് പാരറ്റ്സ് എന്ന് പറയാം, എ കമ്പനി ഓഫ് ആക്ടേഴ്സ് എന്ന് പറയാം, എ കമ്പനി ഓഫ് പ്ലേയേഴ്സ് എന്ന് പറയാം, എ കമ്പനി ഓഫ് സോൾജിയേഴ്സ് എന്ന് പറയാം. ഇനി പാർലമെന്റ്, അതെന്തിനെ സൂചിപ്പിക്കാൻ്റെ? ഓൾസിനെ സൂചിപ്പിക്കാൻ വേണ്ടി.
അപ്പോൾ ഈ ഭാഗം കൊണ്ട് നമ്മൾ എത്ര ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പഠിച്ചു നമുക്ക് നോക്കാം. എ ഫ്ലോക്ക് ഓഫ് ഡക്സ് അല്ലേ, അത് ഒന്നാമത്തത്. അടുത്തത് എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, അടുത്തത് എ ഫ്ലോക്ക് ഓഫ് ക്യാമൽസ്, അടുത്തത് എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, അടുത്തത് എ ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റ്, പിന്നെ എ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, then a flight of doves, a flight of pigeons, a flight of insects, a flight of stairs, പിന്നെ a brood of chickens, a brood of hens, then a company of parrots, a company of actors, a company of players, a company of soldiers, then a parliament of owls. അപ്പോൾ ഈ 1, 2, 3, 4, 5 അല്ലേ, 5 ഈ പറയുന്ന കളക്റ്റീവ് നൗൺ കൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് കട്ട് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. അവിടെ ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ എഴുതിയിരിക്കും. അപ്പോൾ എ ഫ്ലോക്ക് ഓഫ് ഡക്സ് അല്ലെങ്കിൽ ബേർഡ്സ് അല്ലെങ്കിൽ ക്യാമൽസ് അല്ലെങ്കിൽ ഷീപ്സ് അല്ലെങ്കിൽ ടൂറിസ്റ്റ്. അടുത്തത് എ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, ഡോഗ്സ്, പീജൻസ്, ഇൻസെക്ട്സ്, സ്റ്റേഴ്സ്. അടുത്തത് എ ബ്രൂഡ് ഓഫ് ചിക്കൻസ് ഓർ ഹെൻസ്. അടുത്തത് എ കമ്പനി ഓഫ് പാരറ്റ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ്, പ്ലേയേഴ്സ്, സോൾജേഴ്സ് അല്ലെങ്കിൽ എ പാർലമെന്റ് ഓഫ് ഓൾസ്. ഇനി നോക്കുക ഹേർഡ് എന്ന് പറയുന്ന ആ കളക്റ്റീവ് നൗൺ കൊണ്ട് നമുക്ക് ആരെയൊക്കെ സൂചിപ്പിക്കാം? ഗോഡ്സിനെ സൂചിപ്പിക്കാം, ആസസിനെ സൂചിപ്പിക്കാം, ബഫല്ലോസിനെ സൂചിപ്പിക്കാം, കാറ്റിലിനെ സൂചിപ്പിക്കാം, കൗസ്, ഡിയർ, എലഫൻസ്, ജിറാഫ്സ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഹേർഡ് എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ കൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റും. അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് എ ഡാഷ് ഓഫ് ഗോഡ്സ് എന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എ ഡാഷ് ഓഫ് ആസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ഡാഷ് ഓഫ് ബഫല്ലോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ഡാഷ് ഓഫ് കാറ്റിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എ ഡാഷ് ഓഫ് കൗസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എ ഡാഷ് ഓഫ് ഡിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എ ഡാഷ് ഓഫ് എലിഫൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എ ഡാഷ് ഓഫ് ജിറാഫ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായിട്ട് ഓപ്ഷൻ നോക്കി എന്തെഴുതാം? ഹേർഡ് എന്ന് എഴുതാൻ പറ്റും. എഴുതാ കോളനി എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമുക്ക് ആരെയൊക്കെ പറയാം? ബാറ്റ്സിനെ പറയാം, ആൻസിനെ പറയാം, ഫ്രോക്സിനെ പറയാം അല്ലേ. അപ്പം കോളനി കൊണ്ട്, അതായത് എ കോളനി ഓഫ് ബാറ്റ്സ് എന്നും എ കോളനി ഓഫ് ആൻസ് എന്നും എ കോളനി ഓഫ് ഫ്രോക്സ് എന്നും നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത് നോക്കാം പാക്ക് എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ. അത് നമുക്ക് എന്തിനെയൊക്കെ സൂചിപ്പിക്കാൻ നമുക്ക് പറയാം? ഡോഗ്സ് അല്ലേ. എ പാക്ക് ഓഫ് ഡോഗ്സ് എന്ന് പറയാൻ പറ്റും, എ പാക്ക് ഓഫ് ഹൗൺസ് എന്ന് പറയാൻ പറ്റും, എ പാക്ക് ഓഫ് വൂൾസ് എന്ന് പറയാൻ പറ്റും. ഇനി ഈ ട്രൂപ്പ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമുക്ക് ആരെയൊക്കെ പറയാൻ പറ്റും? കങ്കാരൂസിനെ പറ്റും, മങ്കീസ് എന്ന് പറ്റും, സ്കൗട്ട്സ് എന്ന് പറ്റും. അപ്പോൾ എ ട്രൂപ്പ് ഓഫ് കങ്കാരൂസ്, എ ട്രൂപ്പ് ഓഫ് മങ്കീസ്, എ ട്രൂപ്പ് ഓഫ് സ്കൗട്ട്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി കൺഗ്രിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് ക്രൊക്കഡൈൽസ് ആൻഡ് വർഷിപ്പേഴ്സ്. അപ്പോൾ എ കൺഗ്രിഗേഷൻ ഓഫ് ക്രൊക്കഡൈൽസ് എന്നും എ കൺഗ്രിഗേഷൻ ഓഫ് വർഷിപ്പേഴ്സ് എന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പരീക്ഷയ്ക്ക് എ ഡാഷ് ഓഫ് ഗോഡ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെഴുതാം? എ ഹേഡ് ഓഫ് ഗോഡ്സ് എന്ന് എഴുതാം. അതുപോലെ എ ഹേഡ് ഓഫ് കൗസ് എന്ന് എഴുതാം, എ ഹേഡ് ഓഫ് ജിറാഫ്സ്, ഇങ്ങനെയുള്ള ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഈ ഹേഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി കോളനി, അത് ആരെയൊക്കെ സൂചിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാം? ബാറ്റ്സിനെയും ആൻസിനെയും ഫ്രോക്സിനെയും. ഇനി പാക്ക്, അത് ആരെയൊക്കെ സൂചിപ്പിക്കാം? ഡോഗ്സ്, ഹൗൺസ്, വൂൾസ്. ഇനി ട്രൂപ്പ്, കങ്കാരൂസ്, മങ്കീസ്, സ്കൗട്ട്സ്. ഇനി കൺഗ്രിഗേഷൻ ആരെയൊക്കെ സൂചിപ്പിക്കാൻ? ക്രൊക്കഡൈൽസും വർഷിപ്പേഴ്സും. അപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ പഠിച്ചു വെച്ച് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ എഴുതും എന്നുള്ളതാണ് നോക്കാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും പരീക്ഷയ്ക്ക് എ ഡാഷ് ഓഫ് ടൂറിസ്റ്റ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ താഴെ കുറേ ഓപ്ഷൻസ് ഒക്കെ തരും. അത് നമ്മൾ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും. കാരണം ഇത്രയും ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അത് നോക്കാം നമുക്ക്. എ ഡാഷ് ഓഫ് ടൂറിസ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എ ഡാഷ് ഓഫ് ഇൻസെക്ട്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എ ഡാഷ് ഓഫ് ഹൗൺസ്. ഇതിൻ്റെ എല്ലാ ഉത്തരം പലരുടെയും മനസ്സിൽ വന്നിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ടൂറിസ്റ്റ്? നമുക്ക് ടൂറിസ്റ്റിനെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാമെന്ന് പഠിച്ചു? ഫ്ലോക്ക് എന്ന് ഉപയോഗിക്കാമെന്ന് പഠിച്ചു അല്ലേ. ടൂറിസ്റ്റിനെ സൂചിപ്പിക്കാൻ നമുക്ക് ഫ്ലോക്ക് ഉപയോഗിക്കാം എന്ന് നമ്മൾ പഠിച്ചു. നമുക്ക് നോക്കാം ടൂറിസ്റ്റിനെ. ഓക്കെ, ഫ്ലോക്ക് ഉപയോഗിക്കാം, ടൂറിസ്റ്റിനെ ഉപയോഗിക്കാം. അപ്പം ഇനി അടുത്ത് എ ഡാഷ് ഓഫ് ഇൻസെക്ട്സിനെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാമെന്ന് പഠിച്ചു. നോക്കാം. ഇൻസെക്ട്സിനെ സൂചിപ്പിക്കാൻ ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ്. അപ്പോൾ ഇവിടെ ആൻസറായി വരിക എന്തായിരിക്കും? എ ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ് എന്നുള്ളതാണ് ഇവിടെ ആൻസറായി വരിക. എ ഡാഷ് ഓഫ് ഹോൺസ് എന്നുള്ള അപ്പുറത്തെ ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ അപ്പുറത്തെ ഉണ്ട്. എ ഡാഷ് ഓഫ് ഹോൺസ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് നമ്മളിവിടെ കണ്ടത്. എന്ത്? എ പാക്ക് ഓഫ് ഹോൺസ്. അപ്പോൾ എ ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റ്, എ ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ്, എ പാക്ക് ഓഫ് ഹോൺസ്. ഇത് ഞാൻ എക്സാമ്പിളായിട്ട് തന്നേ ഉള്ളൂ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.